بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അംബിയ 26 മുതൽ 28 വരെ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. وقالوا اتخذ الرحمن ولدا. وقالوا എന്നതിൽ ഇസ്തിഅലാന്റെ ഹർഫായ ഖാഫിനെ തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം കൊടുക്കണം. അപ്പോൾ ഇസ്തിഅലാന്റെ ഹർഫുകളെ തഫ്ഖീം ചെയ്യുന്നതിൻ്റെ ഏറ്റവും മേലെ ഉള്ള അവസ്ഥ ഒന്നാമത്തെ ലെവൽ എന്ന് പറയാം. ആ അവസ്ഥയാണ് ഇവിടെ വഖാലു എന്ന് പറയും. ശരിയാവുകയില്ല. വഖാലു ഇത്തഖദ അവിടെ ചേർത്തോതുമ്പോൾ ഇൽതിഖാഉ സാക്കിനീൻ്റെ പരിഹാരത്തിന് വേണ്ടി വഖാലു എന്നതിലെ ദീർഘാക്ഷരമായ വാവിനെ ഹദ്ഫ് ചെയ്യണം, ഒഴിവാക്കണം. വഖാലു ഇത്തഖദ റഹ്മാൻ. ഇത്തഖദ എന്നതിലെ ഖാഇന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാന്റെ ഹർഫാണ്. സ്വരഭാരത്തോടെ ഖാഇനെ ഉച്ചരിക്കണം. അർ റഹ്മാൻ എന്നതിൽ റാഇനും തഫ്ഖീമാണ്. സ്വരഭാരത്തോടെ തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക. അർ റഹ്മാൻ വിറയൽ വരാതെ സൂക്ഷിക്കണം. അർ എന്ന് പറയരുത്. അർ റഹ്മാൻ. ഇവിടെ ഖാഫും അതിൻ്റെ അലിഫും. ഇത്തഖദയിലെ ഖാ, അർ റഹ്മാൻ ഇതിലെ റാ. ഈ അക്ഷരങ്ങൾ ഒഴിച്ച് മറ്റ് അക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എല്ലാം. താരതമ്യേന കൂടുതൽ അക്ഷരങ്ങൾ തർക്കീഖിൻ്റെ ഇസ്തിഫാലിൻ്റെ ഹർഫുകളായിരിക്കും. അതുകൊണ്ടാണ് തഫ്ഖീമിൻ്റെ ഹർഫുകളെ മാത്രം പ്രത്യേകം പറയുന്നത്. വലദൻ എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോൾ വലദ എന്ന് അലിഫിൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘം കൊടുത്ത് നിർത്തുക. സുബ്ഹാന ഇതിൽ ബായിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ബൽ ഇബാദും മുക്റമൂൻ. ഇബാദുൻ എന്നതിലെ തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മുക്റമൂൻ റാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ. ഇതിൽ ആവർത്തിച്ച് ഖാഫ് വരുന്നു. ആദ്യത്തെ ഖാഫിന് ളമ്മാണ്. അതിന് മൂന്നാമത്തെ ലെവലിലുള്ള നിസ്ബിയായ തഫ്ഖീം കൊടുക്കണം. ലാ യസ്ബിഖൂനഹു. ഹു എന്നതിലെ ഹ ളമീർ മദ്ദുസിലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ അതിനെ ദീർഘിപ്പിക്കണം. ചേർത്ത് വായിക്കുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെ ഹായിന് സുക്കൂനാണ്. മറിച്ച് ലാ യസ്ബിഖൂനഹു എന്ന് നിർത്തുകയില്ല. ലാ യസ്ബിഖൂന എന്ന് സുക്കൂൻ നൽകിയാണ് ഹാ ളമീറിൽ വഖഫ് ഉണ്ടാവുക. ബിൽ ഖൗൽ ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. വഹും ബി അംരിഹി സാക്കിനത്തായ മീമും ശേഷം ബാഉമാണ്. ഇഖ്ഫാ ശഫവി മീമിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഹും ബി അംരിഹി. അംരിഹി എന്നതിലെ സാക്കിനത്തായ മീമുണ്ട്. ഇൽഹാർ ഷഫവിയാണ്. അതിനൽപ്പം പോലും മണിച്ചു പോകരുത്. ബി അംരിഹി യഅമലൂൻ. ഹാ ളമീറിനെ മദ്ദുസിലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കും. ബി അംരിഹി യഅമലൂൻ. ഇവിടെ ഈ വചനത്തിൽ ഖാഫിന് മാത്രമാണ് നാം തഫ്ഖീം നൽകിയത്. മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖ് കാണുന്നതും ശ്രദ്ധിക്കുക. يعلم ما بين أيديهم وما خلفهم ولا يشفعون. സാക്കിനത്തായ മീം ആവർത്തിച്ച് വരുന്നു. ഐദീഹിം ഖൽഫഹും എല്ലാം ഇൽഹാർ ഷഫവിയാണ്. മണിക്കാതെ വെളിവാക്കണം എന്ന് മാത്രമല്ല, മീമിന് ശേഷം വാവ് ഷഫവിയ ഹർഫ് വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. വ്യക്തമാക്കി മീമിനെയും ശേഷം വാവിനെയും ഉച്ചരിക്കണം മഖ്റജിൽ നിന്ന് എന്നത് ശ്രദ്ധിക്കുക. ഖൽഫഹും എന്നതിലെ ഖാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, സ്വരഭാരത്തോടെ ഉച്ചരിക്കുക.
ولا يشفعون إلا لمن ارتضى لمن ارتضى ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, റായിന് തഫ്ഖീമാണ്, മറിച്ച് തർക്കീഖല്ല. റായിന് സുക്കൂനും തൊട്ട് മുമ്പിൽ അസ്ലിയല്ലാത്ത കസ്റുമാണുള്ളത്, താൽക്കാലികമായി വന്ന കസ്ർ. ഈ കസ്റാവട്ടെ ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി വന്ന കസ്റാണ്. ലിമൻ ഇർതദ എന്നാണല്ലോ. ഇർതദയിലെ ഹംസ വസ്ലിൻ്റേതാണ്, ചേർത്ത് വായിക്കുമ്പോൾ അത് ഇല്ലാതെയാകും. അപ്പോൾ ശേഷിക്കുന്ന റാഇൻ്റെ സുക്കൂൻ, പിന്നെ ലിമൻ എന്ന നൂനിൻ്റെ സുക്കൂൻ. ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വന്നതിനാൽ ചേർത്ത് വായിക്കുമ്പോൾ അതിന് പരിഹാരം വേണം. ഇവിടെ തഹ്രീഖ് എന്ന പരിഹാരം സ്വീകരിച്ചുകൊണ്ട് നൂനിന് കസ്ർ കൊടുത്തു. ലിമൻ ഇർതദ, ഈ കസ്ർ അസ്ലിയല്ല, ആരിദാണ്. അതുകൊണ്ട് റാഇന് തഫ്ഖീമാണ് നൽകുക, സ്വരഭാരത്തോടെ തടിപ്പിച്ച് പറയുക. ലിമൻ ഇർതദ, ദ്വാദും അതിൻ്റെ അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ദ്വാദ് അതിൻ്റെ പ്രത്യേകമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇസ്തിതാല എന്നത് അതിന് മാത്രമുള്ള സിഫത്താണ്. വഹും മിൻ ഖശ്യതിഹി, സാക്കിനത്തായ മീമും ശേഷം മീമും രണ്ടും ഇദ്ഗാം ചെയ്ത് മണിക്കുക, ഇദ്ഗാം ശഫവി. മിൻ ഖശ്യതിഹി, സാക്കിനത്തായ നൂനും ഖാഉം ശേഷം ഖാഉം വന്നു, ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. വഹും മിൻ ഖശ്യതിഹി മുഷ്ഫിഖൂൻ, ഖശ്യതിഹി എന്നതിൽ ഹ ദമീറിനെ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. മദ്ദുസിലത്തി സുഗ്റ, മുഷ്ഫിഖൂൻ ഖാഫിന് നിസ്ബിയ തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് ഉച്ചരിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖാലു ഇത്തഖദ അർറഹ്മാനു വലദാ സുബ്ഹാനഹു ബൽ ഇബാദുൻ മുക്റമൂൻ لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون